ഗൈസ് അങ്ങനെ ഷഫു എനിക്കറിയില്ല കഥ എന്തെന്നുള്ള ഒരു സർപ്രൈസ് സാധനം കൊറേ പേര് നമുക്ക് വെറുതെ ഗിഫ്റ്റ് അയച്ചു തരും. അപ്പൊ അഡ്രസ് ചോദിച്ചിട്ട് നമുക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹം ഉണ്ട്, അയച്ചോട്ടെ എന്ന് വെച്ചിട്ട് അഡ്രസ് ചോദിക്കുമ്പോ അമ്മ അഡ്രസ് അയച്ചു കൊടുക്കും. അതേപോലെ തന്നെ നോക്കാം. ഇത് സാധനം കൊറേ തരാന്ന് പറഞ്ഞോണ്ട് ഏതൊക്കെ ഫ്രെയിം എന്തൊക്കെ ഇതിലൊന്നും മനസ്സിലാവുള്ളത്. എന്തായാലും ഫ്രെയിമാന്ന് മനസ്സിലായി കണ്ടിട്ട്. ഞാൻ തൊട്ട് നോക്കി മിനി ഫ്രെയിമാന്ന് മനസ്സിലായി. ആരൊക്കെ എത്തിയോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത്. ഇത് ഏത് പേര് ലാസ്റ്റ് എന്തോ ചെറിയ സാധനം കൂടി ഉണ്ട്. എല്ലാം ചെറിയ ചെറിയ. ഇത് ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു പേജാണ്. ഇതൊന്ന് പൊട്ടിക്കാൻ ഹെൽപ്പ് ചെയ്യണം. ഇത് പൊട്ടിക്കിട്ടുന്ന ഞാൻ പൊട്ടിക്കാം. ഒരാള് ക്യാമറ പിടിച്ചിരിക്കുന്നത് വേറെ ഒന്നല്ല, ഇത് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടാൻ. മിക്കവാറും പൊട്ടിക്കുമ്പോ ഫോൺ താഴെട്ടാണോ ഇത് എങ്ങനെയാണോ കെട്ടിയത്? അത് കാരണം ഇവര് സേഫ്റ്റി ആയിട്ട് അയക്കണം. വരണ സമയത്ത് പൊട്ടി ഡാമേജ് വരാണ്ടിരിക്കാൻ നല്ല രീതിയിൽ അവര് സേഫ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പിന്നെ വെറുതെ പണിയില്ലാണ്ടിരിക്കുന്നവർക്ക് ഒരു പണിയാക്കി കൊടുക്കട്ടെ. അതും ഒരു തന്നെയാണ്. നമുക്ക് പിന്നെ അത്ര വീഡിയോ ലെങ്ത് ആയിരുന്നല്ലേ? എന്ത് പൊട്ടിയിട്ടില്ലപ്പോ ഫാന് മുക്കുന്നല്ലോണ്ട് നമുക്ക് ഇവിടെ ബക്കറ്റ് തീരല്ല പേപ്പറാ. അങ്ങനെ ഇരിക്കും. ലാസ്റ്റ് പറ്റിച്ചേലൊന്നുമില്ലോ. ഇവിടെ എഴുതിന്റെ പേജ് ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ്. കുന്നിക്കുരു എന്തൊരു നിങ്ങൾ എന്ത് നമുക്ക് ഇത് വലിയ ഗിഫ്റ്റാണ്. ഞങ്ങൾക്ക് എന്ത് കുന്നിക്കുരു എന്നാലും ഞങ്ങൾക്ക് അതൊരു സന്തോഷമാണ്. നമുക്ക് വേണ്ടിട്ട് അവര് സന്തോഷത്തോടെ അയച്ചത്. നമുക്ക് വേണ്ടിട്ട് സന്തോഷത്തോടെ അവര് ഇനിയിപ്പോ കുന്നിക്കുരു അയച്ചാലും നമുക്കത് ഭയങ്കര സംഭവമാണ്. അത് മനസ്സിലാവൂല ആ ഒരു സന്തോഷം. കാരണം വലിയ വലിയ കോളാവ് കിട്ടുന്നാക്കല്ല നമ്മൾ ചെറിയ ചെറിയ ബ്ലോഗേഴ്സിന് കിട്ടുന്നല്ലോ. എന്താ പറയാ, നമ്മളിപ്പോ ചെറിയ ഇനിയും കൊളാബുകൾ കിട്ടാനുള്ള സൈക്കോളജിക്കൽ മൂവ്. അങ്ങനല്ല, ഇത് കൊളാബൊന്നല്ല, ഗിഫ്റ്റ് ആണ്, കൊളാബല്ല. രണ്ട് പൊട്ടിച്ചിട്ട് ഇപ്പൊ തൂറുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ടോ. എങ്ങനെയായാലും പൊട്ടിച്ചാ മതി. സോപ്പ് കുളിക്കാത്ത ചോക്ലേറ്റ് അങ്ങനെ പറയല്ലേ. എന്താണ് കുഞ്ഞു ഗിഫ്റ്റ് ഇതാ നോക്കി. നല്ല ഉണ്ട്. അതെന്തെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല പൊട്ടിക്ക്. എന്റെ അടുത്ത് പറഞ്ഞ കൊച്ച് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി വെച്ചിട്ടുണ്ടോ നോക്കാൻ. നോ, അല്ല ഒരു ഗിഫ്റ്റ് ഒട്ടിക്കാൻ ഇത്ര സമയം. ഇപ്പൊ നമുക്ക് ഒരു 100 ഗിഫ്റ്റ് ഉണ്ടാക്കല്. അയ്യോടാ നമ്മളൊരു ഐഡിയ ആക്കാൻ നമുക്കൊരു 10-15 പേര് പൊട്ടിക്കാൻ. സുൽത്താനെ പൊട്ടിക്കാൻ 100 എന്തായാലും സോറി, ഞാൻ ഇതിനെ വേദനിപ്പിച്ച് പതിയെ മുറുക്കി വരും. തീരാനാ ഇതൊന്ന് ചാലഞ്ചോ അല്ലട്ടെ. ഇത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് തീരുന്നില്ലതാണ്. കൊറേ ഉണ്ട്. ഇതിവിടെ കച്ചറാക്കിയ ലിച്ച വന്ന് കൊല്ലു വിട്ടപ്പോ ഞാന് പെട്ടെന്ന് റാസിന്ന് പിച്ചാന്ന് മേടിച്ചത്. പേടിച്ചും പോയി. ഞാൻ പറഞ്ഞു കൈവേദന എടുത്തിട്ടുണ്ട്. നീ അല്ലേ പൊട്ടിച്ചാ? ഏതോ ഒന്ന് ഫസ്റ്റ് കാണിച്ചു. ഞാൻ പൊട്ടിച്ചു. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഇത് കീ ചെയിൻ. അല്ല, മിനി ആൽബം. ഓ ഗായ്സ്, ഇതിലൊരു മോതിരമുണ്ട് ഗായ്സ്, നമുക്ക് കയ്യിലിടാൻ വേണ്ടിട്ട്. നമുക്ക് നോക്കാം മിനി ആൽബം. ഞാൻ ഇങ്ങനത്തെ വർക്ക് കൊടുക്കണ്ട് ഗായ്സ്. അപ്പൊ ഓർഡർ തരാം. ഇതിലാരും നമ്മളുണ്ടായില്ലേ? എവിടെ നോക്കളയല്ലേ? കളഞ്ഞല്ലോ. എങ്ങനെ നോക്കാം നമുക്ക്.
ഇതാ ഇതില് അവരെ വസ്തുണ്ട്. പിന്നെ കുറെ ഫോട്ടോസ് ഇട്ട ഗൈസ്. നമ്മളെ ഫോട്ടോസ് മൊത്തം. ഇഷ്ടപ്പെട്ട ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. സൂപ്പർ സൂപ്പർ. അവരുടെ എല്ലാ ഫോട്ടോ ഉണ്ട്. എടുത്ത ലാസ്റ്റ് കുതിരപ്പുറത്തുള്ള ഫോട്ടോ ഉണ്ട്. കുതിരപ്പുറത്തൊരു കഴുകുത. താങ്ക് യു സോ മച്ച്. ഇത് ഒരു അടിപൊളി ഉണ്ട് കേട്ടോ. നമുക്ക് കിച്ചനായിട്ട് വെക്കാം. പക്ഷെ ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് ഫ്രെയിം വെറുതെ അല്ല മുന്നേ പറഞ്ഞ നീ. നോക്കാൻ പറ്റുന്നില്ല. സൂപ്പർ സൂപ്പർ. ആ ഫോട്ടോ ഇതിൽ ഓൾറെഡി കണ്ടു ഫസ്റ്റ്. ഉണ്ടായി അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള വ്ലോഗ്, അപ്പൊ ഇന്നത്തെ ബാക്കിയുള്ള വ്ലോഗിലേക്ക് പോവാം. അപ്പൊ ഓക്കെ, രാവിലെ തന്നെ എവിടെയെന്നറിയോ? ടൈം ആവണല്ലേ ഉള്ളൂ. വന്നു വല്ല വല്ല പെട്ടിക്കടയിലേക്കാണോ? എത്തിയാ? ഈ കോല നോക്കിക്കോ. യാ, അങ്ങനെ എടുക്കണം, ട്രാൻസിഷൻ എടുക്കണം. ഇല്ല, അവളെ ഞാൻ എടുത്തില്ല. കുഴപ്പമില്ല. പിടിച്ചോടാ, ഇട്ടിട്ടില്ല, കൊളുത്ത് നേരെ ഇട്ടോ, ഇല്ലെങ്കിൽ താളി ഇടുകയൊന്നും വേണ്ട. ഒരാൾ ഉറങ്ങി തോന്നുന്നു.
ഇത് ഉറങ്ങി തോന്നണം. ഉറങ്ങിയ ഞാൻ വിചാരിച്ച അവരെന്തോ എല്ലായിടത്തും കുത്തി പേടിച്ച് ക്രീം ഡോട്ടിടും. ശരിക്കും ഉറങ്ങി, കണ്ണ് ചുവന്നുണ്ട്. അങ്ങനെ പറ. ഇതൊരു സെറ്റ് ഗൈസ്. അപ്പം നുസ്രത്താക്ക് ലെൻസ് വേണം. അവിടെ ലെൻസ് ഇല്ല, അവർ കറക്റ്റ് സൈസിനെ വാങ്ങിക്കല്. അപ്പോൾ ഞാൻ താഴെ പോയിട്ടൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം. ലാഷസ് അവിടെ ഉണ്ട് തോന്നുന്നു. നല്ല ലാഷസ് വാങ്ങിക്കാം. ലെൻസ് ഒരു 3-4 ഷെയ്ഡ് വാങ്ങിക്കാൻ നിർത്തും. അപ്പോൾ പോകാൻ നിന്ന് ഷോപ്പ് അടച്ച് ജസ്റ്റ് ഇപ്പുറത്തൊരു ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ച് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഹെസലില്ലേ? ഹെസൽ കഴിച്ചില്ല. ചെറുതെന്ന് വെച്ചാല് കട്ടി വേണ്ടാന്ന് അങ്ങനെ ഇരിക്കുള്ളൂ. ചെറുത് മതി പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കൊണ്ടുപോയിട്ട് അവൾക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ് എനിക്ക് വീണ്ടും പണി കിട്ടി. മുല്ലപ്പൂവും എന്തൊക്കെയോ പൂക്കൾ വാങ്ങിക്കാൻ പറഞ്ഞു. എനിക്കും അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. ഗൈസ് അപ്പോൾ പൂവ് ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ വന്നു. അവിടെ പോയിട്ട് പൂവ് വാങ്ങിക്കണം. അത്ര അതൊന്ന്, ഇത് 3. പൂക്കൾക്കൊക്കെ എന്താ വേണ്ട. എത്ര? 200. അപ്പോൾ പൂക്കളൊക്കെ വാങ്ങിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നക്ഷത്രക്കാർക്ക് മേരാ ഗാഡി കഹാ ഹേ. ഇതിപ്പോൾ എൻ്റെ ബ്ലോഗാണ്, നക്ഷത്രക്കാരുടെ ബ്ലോഗാണ്. അപ്പോൾ നമുക്ക് പോവാം. ലെൻസ് വെച്ച്
ജസ്റ്റ് നോക്കാലോ. ഉള്ളത് നമ്മൾ തരാം. ആ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. നോക്കണം ചേച്ചി. ഗൈസ്, വേലക്കാരിയുടെ പട്ടിപ്പണി, സാലറി ഇല്ലാത്ത പണി. ഉണ്ടവരെ കറുത്തിരിക്കണോണ്ട് കറുത്ത ഫൗണ്ടേഷൻ മതിയില്ലേ? കരിഞ്ഞതുണ്ടോ? ഈ കളർ ഫൗണ്ടേഷൻ സുഖത്തില് കിടക്കാ അവിടെ വലിച്ചിട്ട് ഉറക്കുക. രാത്രി നേരത്തെ അങ്ങനെ ഓ പിന്നെ ഒരു കുഞ്ഞില്ലേ കിടന്ന് മേന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ടാ ഇത് ഞാൻ എത്ര എണീക്കുമ്പോഴും ഇവള് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. മഞ്ച വലിയ പൈസേന്റെ കളി എടുക്കുമ്പോ കുഞ്ഞാവ് കരയാണ്. ഞാൻ ആട്ടും കളിക്കും. അല്ല അങ്ങനല്ല, അതില് കിട്ടണ പോയി കുത്തിയിരുന്ന് കളിക്കുന്നാണ്ടത്തോളം കൊറേ വാരുന്നുണ്ട്. യെസ് രാത്രി ഉറങ്ങും, പകല് കിടന്നു എന്നിട്ട് ഉച്ചക്ക് കളിക്കും. യെസ്, ബാധ്യത ഒന്നുമില്ലല്ലോ. ഒരു കുഞ്ഞായ തീർന്നു, കഴപ്പൊക്കെ പാടി. ഇപ്പൊ 1 മണിക്കൂർ തൊട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? തുടങ്ങാൻ കുറച്ച് ലേറ്റായി. കറക്റ്റ് 10 മണിക്ക് നമ്മൾ 10 മണി കഴിഞ്ഞു ഇവിടെ എത്തുമ്പോൾ. കറക്റ്റ് 10 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 11 മണിക്ക് തീരണം. ഇത് ഉള്ളിൽ ബ്ലൗസ് ഇട്ടാ? ഇത് മറ്റേ ഉമ്മറ അതല്ലേ ആ ഒരു ഇത് റാംജി റാവ് സ്പീക്കിംഗ് അതല്ലേ? എടുക്കാനോ? ആ 2 എണ്ണം എടുക്കാം. അത്രയും മതിയല്ലോ. ബുദ്ധിമുട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സുഹൃത്തോടെ വിശക്കണം, ഉച്ചയൊക്കെയായി. അപ്പോൾ ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാം. എല്ലാവരും കോക്കനട്ട് ഷേക്ക് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും അതന്നെ കൊണ്ടുവന്ന് വാങ്ങിച്ചിട്ട്.
ലാവൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഷേക്ക് ഗൈസ്. ഹായ്. ഇതാരും ചേച്ചിനാണോ ഭംഗിയുണ്ടോ? സുന്ദരിയാണോ ചേച്ചി? ആരെന്ന് ചേച്ചി ഒരു സിനിമ നടി കണ്ടോ? സിനിമയിൽ കണ്ടല്ലേ? സിനിമയിലൊക്കെ ഉള്ളതാണ്. എന്ത്? ആ മൂക്കുത്തിയാണ് മെയിൻ. ഇതാര് മറ്റേ എന്ത് ഡയലോഗ്? കോവിലത്തെ തമ്പുരാട്ടി അറിയാമോ? കുടിക്കണ്ടേ? ഷേക്ക് കുടിക്കാം. ഇന്ന് അങ്ങോട്ട് എത്തിയേക്കും വരുന്നവരും എന്നെ പോലെ തോന്നുന്നു. കല്ല് പൊട്ടില്ലല്ലേ? കുഞ്ഞ് കല്ല് പൊട്ട് നല്ലതാവും. അതേ ഒരു കുഞ്ഞ് കല്ല് പൊട്ടില്ലേ ഇടയിൽ? അത് ഇതിന്റെ മുകളിലേക്ക് വെക്കാം. ഇത് റെഡ് ഓൾ പറയുന്ന ഒരു അങ്ങനല്ല അങ്ങനെ അല്ലേ? പോലെ ഉണ്ടോന്നാ കയ്യിൽ പിടിച്ചു. നീ ഓൾ പോന്നല്ലേ? ഒരാളുണ്ട്. ആ അപ്പോൾ ഗമ്മോളെ വലുതാണ്. പ്രൊമോഷൻ ഇതന്നെയാ തണുപ്പ്. ആ വാട്ടർമെലൻ നല്ല ലിപ്സ്റ്റിക്ക് പോയാൽ ഒന്നുകൂടി ഇടാം. ഓക്കെ അല്ലേ? അപ്പം അവർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അവരടുത്തേക്ക് പോകാം. എല്ലാവരും ഇപ്പോൾ നോക്കൂട്ടോ. എല്ലാവരും നോക്കുന്നുണ്ട് ഗൈസ്. നസുർദാന തന്നെയല്ലേ നാണക്കേട്. ലിപ്സ്റ്റിക് എടുക്കണം. നല്ല മഴ വരില്ല, കൊട വരില്ല. അങ്ങോട്ട് നോക്കി നീ അങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് ഡയറക്ടറെ പറഞ്ഞു കൊടുക്ക്. ഇന്നത്തെ ഫോട്ടോഷൂട്ട് നമ്മളും വീഡിയോഗ്രാഫും ഇവിടെ നിന്ന് ചെയ്യാൻ വെച്ച് ഡയറക്ടറെ കണ്ട ബാക്കിൽ തന്നെ പോണ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ നായിക ഇവിടെയുണ്ട്. പിന്നെ പൂക്കളെല്ലാം പിടിച്ചിട്ട് സാരിയൊക്കെ കൊടുത്ത് നല്ല മേക്കപ്പ് സുന്ദരിയായിട്ട് നല്ല ഓണത്തിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ മൂപ്പരാൾ അവിടെ ഉണ്ട്.
അപ്പം നല്ലൊരു മഴ തന്നെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുറേ സമയം കാറിൽ കയറി ഔട്ട് പോയി, കാറിൽ കയറി ഔട്ട് കയറി ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടായി. അപ്പം ക്യാമറമാൻ വർക്ക്സ് ഉണ്ട് ഇവിടെ. ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. സംഭവം എന്താണെന്ന് അറിയില്ല. ലുക്കയിലേക്ക് നോക്കണ്ടല്ലോ, ക്യാമറയിൽ നോക്കണ്ട ശരിക്കും പറഞ്ഞു. ഡയറക്ടർ ഫ്രെയിം നോക്കുന്നുണ്ടോ? അയ്യോ, നല്ല മഴ ഒന്ന് വേഗം നടന്നോ, ആ ഒരു ടേക്കും കിട്ടട്ടെ. ഓടിക്കോ. മഴ വരുന്ന ഓട്ടാണ് നിങ്ങളിത് കണ്ടോണ്ടിരിക്കുന്നത്. സാരിയെല്ലാം വന്ന് ചോട്, അതാ മഴ പെയ്ത് മേക്കപ്പ് എല്ലാം വെച്ച് അൽക്കൊലത്തെ ആവും, ഇപ്പൊ കോല് പോലെ ആവും. അത് നമ്മള് ഫുള്ള് സെറ്റപ്പായിട്ട് ഇവിടെ ഉണ്ട്. എവിടെ പോന്ന്? നുസ്രത്ത് അതിൻ്റെ ഉള്ളിൽ കയറി. കേറണേ. അയ്യോ, പോന്നാ മുപ്പൊരാള് ആടെ നിന്നിട്ടുണ്ട്. മഴ ഉണ്ടായതുകൊണ്ട് തന്നെ. അയ്യോ, അത് നല്ല സ്ഥലം കേട്ടോ, അത് നല്ല ബാക്ക്ഗ്രൗണ്ട്. അത് പക്ഷെ ആ അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ സെറ്റ്. പിന്നെ ആനയുണ്ട്, എല്ലാം സൗഖ്യമാണോ കുട്ടി? നല്ല മഴയുണ്ട്. നമ്മള് കാറിൻ്റെ ഉള്ളിലാണ്. മഴ വീഴണം അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി. ഈടെ ഗ്ലാസ്സിലൊരു വൈപ്പറാണ്. വാ, അടിപൊളിയല്ലേ? സൂപ്പർ സൂപ്പർ. കൊറേ റീൽ എടുക്കാൻ വേണ്ടി നോക്കി. ഫേസിലാണ് മുടിയല്ലോ. ഇവിടെ കയറി ഇരുന്നാലുണ്ടാവല്ലോ, ഇരുന്നാലാ അവിടെ ഇരുന്നാലുണ്ടോ? അവിടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആടെ പോവാൻ തന്നെ പറഞ്ഞു. എവിടെ? നമ്മളെങ്ങനെ ഷൂട്ടിന് പോയിട്ട് മഴ കാരണം നമ്മുടെ നടിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതമായി. ക്യാമറ അതായത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മഴ നമ്മളെ അല്പനേരം ഒന്ന് ബുദ്ധിമുട്ടിച്ചു. കാരണം ഇപ്പോൾ ഷൂട്ടൊന്നും നടക്കാത്തതുകൊണ്ട് വിശക്കുന്നതുകൊണ്ട് എല്ലാവർക്കും 3 പേർക്കും വിശക്കുന്നുണ്ട്. പിന്നെ നായിക പറയുന്നത് എനിക്കിപ്പോൾ തിന്നാൻ പറ്റൂല, തിന്നൂല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമോ? നായികക്ക് ഓൾറെഡി മറ്റേ കയറാൻ വേണ്ടിയിട്ട് മടിയാന്നോലും, അതുകൊണ്ട് മാത്രമാണ്.
എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ കൊട്ടീന്? ഒന്നും പറയാനില്ലേ, തിന്നുന്നത് സന്തോഷമാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി വെച്ചാണ്. എന്തുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ വരൂല എന്ന് പറഞ്ഞ? മേക്കപ്പ് പോകുന്നതുകൊണ്ട് മാത്രം, വേറെ ഒന്നുമില്ല. ഇപ്പം എന്താക്കിയാലോ, എന്താ പറയുക, നമ്മളെല്ലാവരും നിർബന്ധത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതിന് ശേഷം ഉണ്ടായ കഥ, ഹാൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് അത് കാണിച്ച ഇതാ കൈ കഴുകുമ്പോൾ എന്ത് കിട്ടോ മുതലാളി, ഒരു നഖം അങ്ങോട്ട് പോയി. ആ നഖം കാണിച്ച കൈ എല്ലാം കാണിക്കും, എല്ലാം കാണിക്കും, അപ്പുറത്തും കാണിക്കും. ചെയ്യുന്നു ഒരു സാധനം കൈ കഴുകുമ്പോ പോയി നെയ്യില്. ഒരാളിവിടെ എന്നിട്ട് കൈ കൊണ്ടിരിക്കും ബേസിൽ വീണിട്ട്, എന്നിട്ട് എടുക്കാൻ പറയുമ്പോ ഞാൻ എടുക്കൂല. പോസ്റ്റ് ഉറപ്പ് ഒന്നും പറയാനില്ല. എന്നിട്ട് താങ്കൾക്കൊന്നും പറയാനില്ലേ ഗൈസ്? എന്തുകൊണ്ടൊന്നും പറയാനില്ല. അങ്ങനെ നമ്മളെ മന്തി വന്നിരിക്കുന്നത്, ഒരാളെപ്പോഴത്തേക്ക് തുമ്മിട്ടില്ലേ, തുമ്മുന്ന അലർജി ഉണ്ട്, തുമ്മിട്ടങ്കത്തി. കേട്ടോ എന്താ മറ്റേ കുപ്പിയില്ലേ, കുപ്പി ഒഴിവാക്കിയാ മയണൈസ് വെച്ച് എന്ത് കേട്ടില്ല, സാമ്പാറിടുന്ന പോലെയുള്ള മയോണൈസ്. അങ്ങനെയാണല്ലോ ഇപ്പൊ സാമ്പാറിനൊക്കെ നമുക്ക് ഇത്ര തന്നെയല്ലേ വേണ്ട, മയണൈസ് തന്നെയല്ലേ വേണ്ട. ശരി, അതെന്ത് ടൊമാറ്റോ അല്ല, അത് എരിയുന്ന മുളകിൻ്റെ. ആ ഒരാൾ സ്പൂണിൽ പൊരുത്തുന്നുണ്ട്. അതങ്ങനെ തന്നെയല്ലേ, നമ്മൾ വായ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ എന്തായാലും തിന്നിട്ട് നമുക്ക് കാണാം. വൈറ്റ് കാലിയായിട്ട് നല്ല ഉണ്ടാ, ഞാൻ കുടിക്കാം. ഗൈസ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, വയറെല്ലാം ഫുള്ള് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഗൈസ്. ഒരാൾ ജ്യൂസെല്ലാം കുടിക്കുന്നുണ്ട്. ഇപ്പം ഇനി നല്ല രീതിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല വിശന്നുകൊണ്ട് പെട്ടെന്ന് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊരു എന്താ പറയുക, ഒരു സ്റ്റക്കായിപ്പോയി, നല്ല ക്ഷീണത്തിലുള്ള. ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് വേഗം ഷൂട്ട് ചെയ്യണം. ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം, നൈറ്റ് ഒരു പരിപാടി ഉണ്ട്, ഒരാണ്ടുണ്ട്, അതിന് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ലൊക്കേഷനിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ശരിയാക്കാം. ബാ ഫ്രണ്ടൊന്ന് ഇപ്പം ശരിയാക്കി കൊടുക്കുക. ഓക്കെ, ക്യാമറമാൻ ലൈറ്റ് മാൻ അല്ല. അങ്ങനെ നമ്മൾ വീണ്ടും ലൊക്കേഷനിലെത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും മഴ അവസ്ഥ നല്ല മഴയില്ല, മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഷൂട്ട് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇൻട്രോ ഇപ്പം ഞാൻ എടുക്കും. എവിടെ നിന്നാണല്ലേ, ക്യാമറ നോക്കാണ്ട് കയറി വന്നാൽ മതി. പോവല്ലേ ആയിട്ടാ ക്യാമറ റോളിങ്. പൊക്കുമ്പോ സ്കേർട്ട് നോക്കണം, അതിന്റെ അടിയിൽ ലൈനിങ് ഉണ്ട്.
അതിനും കൂടി പൊക്കണേ. വാ, അവരവിടെ എത്തി. ലൈറ്റ് മാൻ എന്ത് ഒരു ഉഷാറില്ലാത്തത്. സെന്റർക്ക് വീഡിയോ അങ്ങനെ കയ്യിൽ പിടിക്കണ്ട, എങ്ങനെ പിടിക്കണ്ട, കാത്തി പിടിക്കും. എൽബോല് കൈ ഇങ്ങനെ ആക്കണ്ട, അടിയിൽ കൈയാണ്. എന്താ ആക്ഷൻ. അപ്പൊ പിന്നെയും മഴ പെയ്ത് ഗായ്സ്. അങ്ങനെ നമ്മളിതാ വീണ്ടും ഓടുകയാണ്. പിന്നെയും മഴ പെയ്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നല്ല ആളുണ്ട് വർത്താൻ, വണ്ടിയിലിരിക്കാനും കഴിയില്ല. എന്തായിരുന്നു ഒന്നുകൂടെ ഒക്കെ ഫസ്റ്റ് മുതൽ നോക്കട്ടെ. ഫസ്റ്റിനാക്കി ആക്കിയ നോക്കട്ടെ. ആ സിനിമയില് ആക്കിയ ഫസ്റ്റ് മുതൽ കറക്ക്. ജോസ്റ്റൈനെ ഇഷ്ടമായോ? ഓട്ടന്മാരെ കളിക്കണോ? ഓട്ടംകളി കളിക്കണോ? അങ്ങനെ ബാക്കിയുള്ള ഞാൻ എടുത്തോളൂ. അപ്പൊ ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞോളാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് മൊത്തം കഴിഞ്ഞില്ലേ?
റാസി എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ എന്താ പറയാ ഓണത്തിന്റെ ഷൂട്ട് എടുക്കണം എന്ന് പറഞ്ഞ് നുസ്രത്ത് മൊയ്തുവിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫിനിഷായി. അങ്ങനെ എന്താണ് സഫ മേനൂന് പറയാനുള്ള എനിത്തിങ് എൽസ്? കിട്ടി നല്ല ഫോട്ടോസും വീഡിയോസും. അതെ, നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടി. പിന്നെ മഴയുണ്ടായിരുന്നു, കുറേ മഴയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. എന്താ പറയാ മൊത്തത്തില് എങ്ങനെയല്ലോ ഓടി ഓടിച്ചാടി തീർത്തു. ഓക്കെ, ഓടി തീർത്തു. അതെ, ഓഫ് കോഴ്സ്. അപ്പൊ എന്തായാലും ഞമ്മക്ക് ഇനി കാസർഗോഡ് പോകണം. കാസർഗോഡ് പോയിട്ട് അവിടുന്ന് ബൈക്ക് എടുക്കണം. ബൈക്ക് എടുത്തിട്ട് നേരെ വീട്ടിൽ പോകണം. രാവിലെ ഇറങ്ങിയത് ഇവര് രണ്ടുപേരും ബൈക്ക് എടുത്തിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവര് മേക്കപ്പ് കാര്യങ്ങളിലും കുറെ മണിക്കൂർ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ആ സമയം വരെ ഉറങ്ങാൻ കിട്ടിയ ചാൻസ് ആണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇവർ രണ്ടാളും പോയി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ വിളിച്ച് നമ്മൾ പിന്നെ കാറെടുത്ത് അങ്ങനെ വരികയാണ് ഉണ്ടായത്. അപ്പൊ ഇനിയിപ്പം അതെ, ഇപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇൻട്രോ നമ്മൾ എടുത്തത്. ഇപ്പൊ ഇതേ സ്റ്റൈലാണ് ഇൻട്രോ എടുത്തത്. അത് കാരണം രാവിലെ ഇവര് പോയ ഇൻട്രോ കാര്യമായിട്ട് ആരും എങ്ങനെ ഓക്കെ അതെ എല്ലാരും കൂടി കൈകാര്യം അതെ എല്ലാരും ചാനലിലേക്കും അങ്ങനെ വീഡിയോ ഏത് ചാനലിൽ ഇന്ന ചാനലിൽ മാത്രം അങ്ങനെയൊന്നുമില്ല. ഏത് ചാനലിൽ വേണമെങ്കിലും ഇടാം. അതെ, എല്ലാത്തിലും ഇടാം. അപ്പൊ എല്ലാത്തിലും ഓരോരോ സബ്സ്ക്രൈബർ ആയിരിക്കാമല്ലോ. അവരവരെ ഇഷ്ടപ്പെടുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവര് കണ്ടോട്ടെ. വാർത്തകൾ വായിക്കുന്നത് സുക്കൂർ തെരുവത്ത്. അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വൈൻഡപ്പ് എന്നല്ല, നമ്മൾ അവിടുന്ന് ഇനി അങ്ങോട്ട് എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചായ ചൊറ തന്നെ. അപ്പൊ ഓക്കെ, ടാറ്റ. ഒരു ടാറ്റ കൊടുത്തേ.